നല്ല ഗുയ്സ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ബാലുശ്ശേരിയാണ്, അയ്യപ്പൻ വിളക്കിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് വിചാരിക്കേണ്ട ഞങ്ങൾ വീണ്ടും അയ്യപ്പൻ വിളക്ക് ഉത്സവമായിട്ട് ഇറങ്ങി. അല്ല ഞങ്ങളിന്ന് കോഴിക്കോട് സോഷ്യൽ മീഡിയ ഒരു ഫാഷൻ ടി വിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മൾ മിസ് ചെയ്യാത്ത സ്ഥലമാണ്. കാരണം ഞങ്ങൾ പഠിച്ചത് ബാലുശ്ശേരി ഗേൾസിലാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതിൻ്റെ അപ്പുറത്ത് മിസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളെ വീഡിയോസ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മൾ കിട്ടിയില്ല. അപ്പോൾ അവിടുന്ന് ആൾക്കാരെ കണ്ട് മീറ്റ് ചെയ്തു. ബാക്കി വീഡിയോസ് ഒക്കെ ഞങ്ങൾ പോയി കാണുന്നത്. ഞങ്ങളെത്തി. പിന്നെ നേരെ നമ്മളെ പ്രോഗ്രാം നടക്കുന്നത് എരഞ്ഞിപ്പാലം ട്രേഡ് സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്, സരോവരത്തിൻ്റെ അടുത്തുള്ള. അപ്പോൾ ഇതുവരെ ഞങ്ങൾ അവിടേക്ക് പോയിട്ടില്ല, ഇതൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് അവിടെ പോയിട്ട് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവാർഡൊന്നുമില്ല, പക്ഷെ നമുക്ക് മീറ്റപ്പാണ്. സോഷ്യൽ മീഡിയകളിൽ എല്ലാവരെയും കാണാം. ഞങ്ങൾ നോമിനേഷൻ കൊടുത്തിട്ടില്ല, കാരണം ചിലപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ തിരക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വെറുതെ നോമിനേഷൻ കൊടുക്കേണ്ട വെച്ചു. പിന്നെ അത് വോട്ടിങ്ങും കാര്യങ്ങളോ കുറച്ച് റിസ്ക്കാണ് അത്. പിന്നെ ഞങ്ങൾ അത് മിസ്സായി. പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു കേട്ടോ കൊടുക്കായിരുന്നു. നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വോട്ടിങ്ങൊക്കെ എങ്ങനെ ഉണ്ട് അറിയാലോ. പിന്നെ വെറുതെ ആ റിസ്ക് എടുക്കേണ്ട ഞങ്ങൾ നോമിനേഷൻ കൊടുത്തിട്ടില്ല. പിന്നെ എറണാകുളത്തൊക്കെയാണ് ഞങ്ങൾ കൊടുത്തേനെ, കാരണം ഞങ്ങൾ എറണാകുളത്ത് വെച്ച് ആ പ്രോഗ്രാം നടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ആ ഫോളോ അപ്പ് ചെയ്തില്ല. പിന്നീടാണ് പെട്ടെന്ന് ഇത് കോഴിക്കോട് ഉണ്ട് എന്ന് അറിയുന്നത്. പിന്നെ അത് മിസ്സായി. അപ്പോൾ അതങ്ങനെ നടന്നുകൊണ്ട് ബൈക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കി അവിടെ എത്തിയിട്ട് ഞങ്ങളെങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കാറുണ്ടായിരുന്നു, പിന്നെ ആ ട്രേഡ് സെൻറ്റർ കാണാൻ വലിയ പ്രോഗ്രാമൊക്കെ നടക്കുന്നില്ല, ഒരു ദിവസം അവിടെ പോകണം. ഈ അടുത്ത് സൈലത്തിൻ്റെ പ്രോഗ്രാം കൂടി അവിടെ നടന്നിട്ടേ ഉള്ളൂ. പിന്നെ ഒരുവിധമൊക്കെ ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാറുണ്ട്, കാരണം എന്ത് പ്രോഗ്രാം വലിയ ഓഡിറ്റോറിയംസ് കാര്യങ്ങളൊക്കെ നമുക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്തൊക്കെ ഞങ്ങളെ ദൈവം അവിടെ എത്തിക്കാറുണ്ട്. അതും ഈ സോഷ്യൽ മീഡിയ മുഖേന. ദൈവം മാത്രമല്ല നിങ്ങളും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം. ഇനി അവിടുത്തെ വിശേഷങ്ങൾ ഒരുപാട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്ന ക്രിയേറ്റേഴ്സിനെ കാണാം. ചിലരൊക്കെ സെലിബ്രിറ്റീസ് എന്നൊക്കെ പറയും, അതോടെ കുറേ സെലിബ്രിറ്റീസിനെ കാണാം. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ എത്തിയിട്ടാ ഗായ്സ്. നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ സൈഡിൽ കൂടെ പോകാണ്ടായിക്കോട്ടെ നമ്മൾ ഈലോടി നേരെ എരഞ്ഞിപ്പാലെത്തി ഗായ്സ്. എരഞ്ഞിപ്പാലം ഇതാണ് സരോവരം ബയോ പാർക്കിൻ്റെ റോഡാട്ടോ. ഞാൻ ഇതിലോട് ഇതുവരെ പോയിട്ടില്ല. ഞങ്ങൾ നേരെ ഫ്രണ്ട് കൂടെ പോയിട്ടുള്ളൂ. നേരെ ട്രേഡ് സെൻറ്ററിൻ്റെ മുന്നിലേക്ക് എത്തുന്നതാണ്, സരോവരത്തിലേക്ക് എത്തുന്ന റോഡാട്ടോ. അടിപൊളിയാണ്. പ്രത്യേക ഒരു തണുത്ത കാറ്റ് കിട്ടുന്നുണ്ട് ഗൈസ്. സരോവരം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഒരു ഫേമസ് സ്ഥലമാട്ടോ. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ പ്രേമിക്കുന്നവർക്ക് മാത്രമല്ല, പിന്നെ അതുമാത്രമല്ല കൂടുതലും കമിതാക്കളാണ് അവിടെ വരാറ്. പിന്നെ ഫാമിലീസൊക്കെ വരും കേട്ടോ. പിന്നെ രാവിലെ മോർണിംഗ് ജോഗിങ്ങിന് പോകുന്ന ആൾക്കാരും ഉണ്ടാവാറുണ്ട്. മോർണിംഗ് ജോഗിങ്ങിന് പോകുന്ന ആൾക്കാരാണ്. പിന്നെ ഉച്ചക്കൊക്കെ അടിപൊളി പ്ലേസാണ്, കാരണം ഫുള്ള് കാട്. കോഴിക്കോട് ടൗണിൻ്റെ ഉള്ളിൽ ഒരുപാട് നല്ല നല്ല ഔഷധമുള്ള വൃക്ഷങ്ങളും പിന്നെ അതുപോലെ തന്നെ ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ബോട്ടിങ്ങും ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ആദ്യമില്ലായിരുന്നു. അടിപൊളി സ്ഥലമാണ് സരോവരം. കാരണം കുറച്ചുകൂടിയും പിന്നെ ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ നട്ടുച്ചക്കൊക്കെ പോയി വെയിലിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് സരോവരത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു തണുത്ത കാറ്റ് അടിപൊളിയാണ്. സരോവരത്തിൻ്റെ ഒരു സ്ഥലമാണ്. കുറേ കാറുകളൊക്കെ ഉണ്ട്. നമ്മൾ ഏകദേശം ട്രേഡ് സെൻറ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവിടുത്തെ എൻട്രിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഒക്കെ നോക്കണം. അപ്പം എന്ത് പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാലും അങ്ങനെ തന്നെ. ഇനി ഒരുപാട് ആൾക്കാരെ കാണാം. കുറേ ആൾക്കാർ അറിയുന്ന ആൾക്കാരുണ്ടാവും, അറിയാത്ത ആൾക്കാരുണ്ടാവും. കുറേ കാറുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ബുള്ളറ്റും പോവാം ഗൈസ്. അപ്പോൾ ഗംഭീര പരിപാടിയാണ് കേട്ടോ. 300 ബിസിനസ്മാന്മാരും ഒരുപാട് വലിയ വലിയ പരിപാടി നടക്കുന്നതാണ്. അപ്പോൾ അവിടെ പോയിട്ട് ആദ്യം നമ്മൾ രജിസ്ട്രേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ടാണ് പ്രോഗ്രാമാണ് ഇവൻ്റ്. എന്താ സ്ഥിതി കാര്യങ്ങളെന്നൊക്കെ പോയിട്ട് അറിയും. രജിസ്ട്രേഷൻ ആദ്യം നമ്മളത് സെറ്റാക്കണം. ബൈക്ക് ഇവിടെ എവിടെയെങ്കിലും വെക്കണം. എൻ്റെ ബാക്കി എന്തുള്ളൂ. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇതിൻ്റെ എക്സ്പോണ്ടാണ്. നമുക്ക് നോക്കാം, നമ്മൾ ചോദിച്ചു നോക്കാം ഇതന്നെ അല്ലേന്ന്. ബിസിനസ് ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ ട്രേഡ് സെൻറ്ററിലെത്തി. ഇതിവിടെ എന്തൊക്കെ എക്സ്പോ ആയിട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വഴി തെറ്റി. അപ്പോൾ ഒരു ബ്രോ ഹലോ എന്ന് പറഞ്ഞ് ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾ ചോദിച്ചു ആളോട് എവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ ആൾ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാം കേട്ടോ. കാരണം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് തിരിഞ്ഞു ഗൈസ്. പിന്നീടാണ് ഒരാളെ കണ്ടപ്പോൾ ഉപകാരം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ
നമ്മൾ സ്റ്റേജ് തപ്പി നടക്കുമ്പോൾ ചേട്ടനായ അനിയനാണോന്ന് അറിയില്ല. നമ്മളെ വീഡിയോസ് കാണാൻ കാണണം എന്ന് നേരിട്ട് പറഞ്ഞായിരുന്നു. എന്തെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് കണ്ടു. ഇവിടെ വർക്ക് ചെയ്യുന്ന കേട്ടോ ഗൈസ്. സമയത്ത് ഒരാളെ കണ്ടു. എന്തറിയുന്നത് ഞാൻ ശോകം അങ്ങ് കണ്ടിട്ട് ഉഷാറാണ്. ഞാൻ പ്രോഗ്രാം ഇയാള് വീഡിയോ ചെയ്യുന്നു. നിങ്ങളൊക്കെ ഇപ്പോൾ ഒരുമിച്ചായില്ലേ? ഇവനൊക്കെ കാണാണ്ട് ഇങ്ങനെ ഞങ്ങൾ വന്ന തന്നെ ഇവരൊക്കെ ഒന്ന് കാണാൻ ഒരുപാട് പേരുണ്ട്. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ എൻട്രൻസ്. ഇവിടെ വന്ന എല്ലാ ക്രിയേറ്റീവ്സിനും പക്കാവതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരുപാട് എങ്ങനെയുണ്ട് ആ അവസ്ഥ എൻട്രൻസ് അതെ, AC ഇട്ടൊരു മിഠായി തെരുവ്. അപ്പം ഞങ്ങൾ ഇത് കാണാനാണ് ഇത്രയും ദൂരം വന്ന്. എൻട്രൻസ് ഗൈസ്, ഇതാണ് എൻട്രൻസ്, ഇതാണ് സ്റ്റേജ്. ഫുഡ് ഇവിടെ ഉണ്ട്. ഫുഡ് അവാർഡ് ഫംഗ്ഷൻ, ഫുഡ് പൈസ കൊടുത്ത് വാങ്ങാം. അവാർഡും പൈസ കൊടുത്താൽ കിട്ടും. പേരെന്തായാലും ഇങ്ങോട്ടും ഫോളോ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ കണ്ടു. എന്തായാലും ഇവിടെ വന്ന് സംസാരിച്ചല്ലോ. അങ്ങനെ 4 തരത്തിലുള്ള മീറ്റിംഗ്സ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാ ആഴ്ചയും അവാർഡ് വാങ്ങിക്കാൻ വന്ന പയ്യനാണ്. ഇവന് അവാർഡ് ഉണ്ട്. അവാർഡ് കിട്ടില്ല, സീനാവും. സീനാക്കണോ? അതിനാണ് ഗെറ്റപ്പില് വന്നിട്ട്. എടാ, ആൾക്കാർ വരുന്നുണ്ടോ? ചിലപ്പോ ടൈം ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഇവര് 4 മണി പറഞ്ഞു, 5:30 പറഞ്ഞു, 3 മണി പറഞ്ഞു. ഗായ്സ്, ഇവിടെ കുറേ പേര് വരുന്നേ ഉള്ളൂ. വന്നവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇത് നമ്മളെ ഒരു പണ്ടത്തെ ഒരു ചങ്ക് ഫ്രണ്ടാണ്. നിങ്ങൾക്ക് അറിയണ്ടാവും. ഇപ്പൊ ഭയങ്കര മാത്രം പോയി ഫോട്ടോ എടുക്കുക. നമ്മളോട് ഇതുവരെ ബ്രോ സംഭവം പൊളിക്കുന്നുണ്ട് കേട്ടോ. നീ ആഗ്രഹിച്ച പോലെ നീ എത്തുന്നുണ്ട്. ഇതാണ് ടിക്ടോക്ക് മുതലാളിന്റെ ഓണർ. പ്രോബ്ലം ഉണ്ട് ഇടുന്നതിന്. അടിപൊളി. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ചേട്ടനെ അത്രയും ആത്മാർത്ഥമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. കാരണം എന്തുണ്ടെങ്കിൽ അപ്ഡേഷൻ തരുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഫേസ് ഓർമ്മ വന്നില്ല. അപ്പോൾ ഞങ്ങൾ ആരാണ് എന്താണെന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഒരുവിധം എല്ലാവരും കാണുന്നുണ്ട്. ഇവർ പിന്നെ ഇവിടെ വരുന്ന എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. ഇവരും അവാർഡ് ഫംഗ്ഷനുണ്ട് കണ്ടിട്ട്. എന്നിട്ട് ഞങ്ങളോട് മിണ്ടിയോ? ആ, ഞങ്ങൾക്ക് അറിയണ്ടേ. ഞങ്ങള് ചേട്ടനോട് ചോദിച്ചാൽ ചേട്ടൻ ഇങ്ങോട്ടും ഒന്നും വേണ്ടിയില്ല. ഞങ്ങൾ എന്നിട്ട് വയനാട് പറഞ്ഞു കണ്ടുവരിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് അങ്ങനത്തെ ഒരു എല്ലാവരോടും മിണ്ടാ സംസാരിക്കുക. അതാണ് ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ട് മോളെ. ഓഹോ, കണ്ടിട്ടുണ്ട്. ആ, എന്നാ പേരെന്താ? ബ്രോയോ? വിനിൽ ബിമിൽ. ഞങ്ങളോട് മാത്രം ഞങ്ങളെ കൂടെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ചെയ്യില്ല. അടിപൊളി. സെറ്റാക്കി. വിമിൽ വിനിൽ. വിളിച്ചത് പിന്നെ ഉഷാറ്. അടിപൊളിയല്ലേ? ഉഷാറല്ലേ? ഒരു ഹായ് പറയും.
ബ്രോനെ കണ്ടിട്ടുണ്ട്. ഗൈസ് ഒരുപാട് പേരെ കണ്ടുട്ടാ. അപ്പോൾ ഒരുവിധം സമാധാനമായി ഞങ്ങൾക്ക്. ആയി പറടാ. വലുതായില്ലേ? അതായത് ഹോസ്പിറ്റലിൽ പേരെന്താ? ജോമി. ചേട്ടൻ്റെ പേരോ? ചേട്ടൻ്റെ പേരെന്താ? നിർമ്മല. അല്ല നിങ്ങൾ കറക്റ്റ് എവിടെ സ്ഥലം? കൊച്ചി എറണാകുളത്ത്. അല്ലല്ലേ മറ്റേ അവരൊന്നുമില്ല. അങ്ങോട്ടല്ല, അങ്ങോട്ട് എൻട്രൻസ്. ഞങ്ങളിപ്പോ എത്തി. നിങ്ങളിപ്പോ വരുന്ന ചെയ്യാ? ഞങ്ങളെപ്പോഴോ ഞങ്ങൾ വന്ന് ആരെയും കാണാതെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചേ. നേരിട്ട് കണ്ടിട്ടില്ല അല്ലേ? നേരിട്ട് നമ്മുടെ വീഡിയോസിലാണ് കണ്ടു. എന്നിട്ടോ ഇവരെ വീട്ടിൽ നിന്നുണ്ടാവും. ദേശീയ അവാർഡ് കിട്ടിയ ഒരു ആക്ടറാണ്. ആരാ? പിന്നെ അറിയാണ്ട് അറിയണ്ടാവും, അപ്ഡേഷൻ നോക്കുന്നുണ്ടാവും. അങ്ങനെ ഞങ്ങളെ മോശമാക്കണ്ടല്ലേ. വാ അപ്പൊ നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തോ റിയാക്ഷൻ ചെയ്യാൻ പറഞ്ഞ നമ്മൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്ടൊക്കെ അങ്ങനെ ഉണ്ടാകുന്ന ടിക്ടോക്ക് മലയാളീസ് പോകുമ്പോൾ പെട്രോൾ അടിക്കാൻ പൈസ അല്ല നമ്മളെടുത്ത്. ഒരു 500 രൂപ തരും പറഞ്ഞിട്ടുണ്ട്. 500 ഫോളോ ചെയ്ത് ഞങ്ങളോട് ചോദിക്കണത്, ചോദിക്കണം. എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണ്. അത് ഞങ്ങളോട് ചോദിക്കണം. അല്ല നമുക്കിവിടെ ടിക്ടോക്ക് മലയാളി ഫോളോ ചെയ്ത കേട്ടോ. എൻ്റെ 1000 കിട്ടും. അറിയോ എങ്ങനെ അറിയും? അങ്ങനെ അറിയാം. നിങ്ങൾ പേര് അറിയുന്നില്ല കേട്ടോ. ലേറ്റ് ആയി പോയാ ഭയങ്കര പുള്ളികളാട്ടാ. ഫോട്ടോ എടുക്കാൻ എന്താ ചോദിച്ചാ? ഫോട്ടോ എടുക്കാൻ പറ്റുമോ? ആർക്ക്? അടിപൊളി. ഇവിടെ വർക്ക് ചെയ്യല്ലേ? ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെ ചോദിക്കും. ഫോട്ടോ എടുക്കാൻ അടിപൊളി. എന്താടാ മീത്ത് ബ്രോ? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെയും ക്രിയേറ്റേഴ്സിന്റെയും ഒരു സപ്പോർട്ട് നമ്മൾ ഇന്ന് ഓക്കേ, സോ നമുക്ക് തുടങ്ങാം. ഒറ്റ ക്ലാപ്പ്, സിംഗിൾ ക്ലാപ്പ്. കൊള്ളാം. ഇത് ഒരു ക്ലാപ്പ് അല്ല, 1, 2, 3 ഒക്കെ ആയിട്ടുണ്ട്. എങ്കിലും ഞാൻ ശ്രമിച്ചു.
ഇവിടെ കുറച്ചെങ്കിലും താളബോധം ഉണ്ടെങ്കിൽ അത് ഞാൻ തിരിച്ചു വെച്ചു. വരട്ടടോ എന്തായാലും ആ കുഴപ്പമില്ല, തിരക്കേടില്ല. ആ ഇല്ല, ഞാൻ വരുന്നേ ഉള്ളൂ. അവിടെ ഒരാള് ഇങ്ങനെ പിന്നെ അടിക്കണ്ടല്ലോ. ആ ഇവിടെ കുറച്ച് പേരെ അടിക്കുന്നുള്ളൂ, പക്ഷെ ഉള്ളത് കറക്റ്റാ. ഈ കളി നിർത്തിയാലേ പരിപാടി നടക്കുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ എന്റെ കർത്തവ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് പറഞ്ഞു, ഈ ഇൻഫ്ലുവൻസേഴ്സ് അവാർഡിന്റെ, ക്രിയേറ്റർ അവാർഡിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വലിയൊരു മെസ്സേജ് ആണ് കൊടുക്കുന്നത്. സൈബർ ബുള്ളിങ്ങിനെതിരെയുള്ള ഒരു വലിയൊരു മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് ഗോവർ മീഡിയ ഈ ഒരു ക്രിയേറ്റർ അവാർഡ് നടത്തുന്നത്. നല്ലൊരു കൈയ്യടി അവർക്ക് കൊടുക്കാം. സോ ഞാനിവിടെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, ഒരു നല്ലൊരു കൈയ്യടി കൊടുക്കാം. രണ്ട് പരിപാടി ഒരു രണ്ട് വരി കൂടി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു അടിപൊളി വെബ്സൈറ്റ്. ഒന്ന് സപ്പോർട്ട് ചെയ്തേ. യെസ്, അത്രയുള്ളൂ. ഓക്കെ, സോ നമസ്കാരം. നമുക്കിവിടെ നമ്മുടെ സ്വന്തം MLA മുനീർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു കൈയ്യടി കൊടുക്കാം. സാറ് നിങ്ങളെ കാണാനും അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള എക്സലൻസ് അവാർഡ്സ് ഒക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഒത്തിരി സമയത്തിന് ശേഷം ഒരുപാട് തിരക്കുകൾ മാറ്റി വെച്ച് അതിനേക്കാൾ കൂടുതൽ ഫിസിക്കലി ഒരുപാട് ചലഞ്ചസ് ഒക്കെ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന്റെ സമയം നമ്മൾക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ MK മുനീർ സാർ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ്. ഒത്തിരി സ്നേഹത്തോടെയും സന്തോഷത്തോടും കൂടിയും ഇവിടെയുള്ള എല്ലാവരുടെയും ഒരു ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്, ഒരു നല്ല കൈയ്യടി കൊടുത്താൽ ലെറ്റ്സ് വെൽക്കം MK മുനീർ. അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Let's have Best Entertainer in the Mega Creator category. So, Mallu Kapoor, first of all, congratulations. And your beautiful journey. അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. ഇതൊരു പ്രത്യേകതര അവാർഡാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ടെൻഷൻ അടിച്ചൊരു അവാർഡ് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ തന്നെ നമ്മുടെ ഫോളോവേഴ്സിനോട് ചോദിച്ച് വോട്ട് വാങ്ങി അവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് കിട്ടിയ ആദ്യത്തെ അവാർഡാണ്. വലിയൊരു സന്തോഷം അല്ലേ? അതുപോലെ ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ അവർക്ക് കിട്ടിയതായാലും ഞങ്ങൾക്ക് കിട്ടിയതായാലും ഓരോ വോട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വന്നത് കാരണം വലിയ സന്തോഷം. താങ്ക് യു. ഇനി ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ലിങ്ക് ചെയ്യുന്ന ഒരു സവിശേഷമായ ട്രേഡ് എക്സ്പോ ആണ്. ഒരു നല്ലൊരു കൈയ്യടി. ആദ്യത്തെ അവാർഡ് വാങ്ങിയവര് ഓക്കെ, ഭാഗ്യം. അപ്പൊ എന്തായാലും ഇനി നമ്മുടെ വിന്നർ ആരാണെന്ന് അറിയാനുള്ള സമയമാണ്. So here we go. 3, 2, 1 and the winner. So please welcome Manawalan category Best Street Creator. So നല്ലൊരു കൈയ്യടിയോട് കൂടെ മണവാളനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെറമണി നൽകുന്നത് നമ്മുടെ മണവാളനാണ്. So please do the honors, മണവാളൻ. So രണ്ടുപേർക്കുമുള്ളൊരു അവാർഡിംഗ് സെറമണിയാണ്. So can we have a big round of applause please? Mega Creator category Popular Family Award ആണ് മനീഷ് ആൻഡ് സെൻസി രണ്ടുപേരും നേടിയിരിക്കുന്നത്. So a big round of applause for them. ഒരുപാട് സന്തോഷമുണ്ട്. ഫാമിലി മെമ്പേഴ്സ്, അതുപോലെ തന്നെ ഫോളോവേഴ്സ്, അതിലുപരി കാറ്റഗറിയിലൂടെ എല്ലാവർക്കും ഒരായിരം നന്ദി. ഇതൊക്കെ ഓടിയതല്ലടാ. ഒന്നും പറയാനൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാവരും കാറ്റഗറി തന്നെയാണ്. ഒരുപാട് ഇതൊക്കെ ഓടിയതല്ലേ ഈ ഇതെന്ത് Okay, so thank you so much sponsor. രാവിലെ എന്താ കുടിച്ചേ? അച്ഛന്റെ പേരെന്താ? നിനക്കെന്താ വേണ്ടേ? Category winner എന്നുള്ള award നൽകിയിരിക്കുന്നു. And thank you so much to Lifeboat Travels for doing the honors. And we are moving on to the next, the Best Street Creators. So ആരാണ് നമ്മുടെ Best Street ചിലപ്പോ വണ്ടി Creators കിട്ടാൻ എന്ന് വണ്ടി തപ്പി ചിലപ്പോ And the നടന്നിട്ടുണ്ടാവും. nominees on the പിന്നെ അവിടെ LED പോയി screen. ധരിക്കും. So Nandu Jaykumar,
പോലീസ് എന്താ പിടിക്കുക ആദ്യം ആരെ പോലീസ് എങ്ങനെയാ പോകുന്നത്? സൈക്കിളിൽ. ഇപ്പൊ പോലീസ് ആദ്യം എന്താ പിടിക്കുക? ചാവി വാങ്ങിക്ക് പോയി. ആരാ പറ? സൈക്കിൾ പിടിക്കാനോ? ബ്രേക്ക് പിടിക്കും. ഒരിക്കലും കുളിക്കാൻ പറ്റാത്ത ഞാൻ പറഞ്ഞില്ല മോള് പറയുന്നു കേൾക്കുന്നില്ല. എറണാകുളം. അല്ലല്ലേ, തെറ്റല്ലേ? കറക്റ്റാ? എറണാകുളം. നേരത്തെ കായംകുളം എന്ന് പറഞ്ഞില്ലേ? ആ അതിന്റെ ബാക്കി പിടിച്ച്. അപ്പൊ കായംകുളം കറക്റ്റ് ആൻസർ അല്ലേ? രണ്ട് ആൻസർ ഇല്ല അതിന്. അപ്പൊ ചോദ്യത്തിന് പ്രശസ്തി ഇല്ല. അല്ലെങ്കിൽ കായംകുളം റൈറ്റ് ആൻസർ ആ കൊടുക്കണം. ഉപ്പുമാവ്. പിന്നെ അടുത്തത് ഉപ്പുമാവ്. ഈ അവാർഡിന് വേണ്ടി സെലക്ട് ചെയ്ത ഡ്രസ്സാ. ഇവിടെ നിന്നല്ല, ഇതിന്റെ അവാർഡ് ശരിക്കും ഇങ്ങനെ ഒന്നല്ല പ്ലാൻ ചെയ്തു. എറണാകുളത്ത് ആക്ടേഴ്സും സെലിബ്രിറ്റീസും 500ഓളം വെച്ചിട്ട് ബിസിനസ് ഒക്കെ പേര് കൊളാബ് ചെയ്തത് കൊണ്ടാണ് ഇത് ഇമാതിരി ആയി പോയത്. അങ്ങനെ ആയിരിക്കണം. നീ മെസ്സേജ് അയച്ചിട്ടോ? നല്ല നല്ല കോസ്റ്റ്യൂം ഉണ്ട്, ഷെയർ അയച്ചിട്ടോ? കാരണം എന്താ പറയാ, ഞങ്ങൾക്ക് എന്താ പറയാ കോസ്റ്റ്യൂം എങ്ങനെ സെലക്ട് അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ നോർമലി പക്ക നാട്ടുപ്രദേശത്തില്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയ ശേഷമാണ് പിന്നെ സെറ്റ് നോക്കിയത്. ഓക്കെ, മെസ്സേജ് അയച്ചിട്ടോ? അക്കൗണ്ട് ഇല്ലേ? നീ ഫോളോ ചെയ്തില്ലേ? മെസ്സേജ് അക്കൗണ്ട് ഫോളോ ചെയ്തില്ലേ? ഓക്കെ, ഒന്ന് മെസ്സേജ് അയച്ചിട്ട് കേട്ടോ. ഒരു പുള്ളിയാട്ടോ. നിങ്ങളിവിടെ ഉണ്ടോ? സി എന്റെ പരിപാടിക്ക് വന്നായിരുന്നോ? എനിക്കിത് മനസ്സിലായില്ല. ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഓ ഗായ്സ്, പറഞ്ഞു ജയിക്കും പോരാ. ഇപ്പൊ കൊറേ ആൾക്കാർ വെച്ച് ഡാൻസ് ആണോ? കാരണം ചേച്ചിയുടെ കൂടെ ഡാൻസ് കളിക്കുന്ന വീഡിയോസ് ഓൾറെഡി വൈറലാണ്. ആ ഞങ്ങൾ ഒരേ കോസ്റ്റ്യൂം അങ്ങനെ നടക്കാറുണ്ട്. കല്യാണം കഴിഞ്ഞ ഞങ്ങളെ ഈ വൈബ് അങ്ങ് കിട്ടുന്നില്ല. കാരണം വേറെ അല്ല, ഞങ്ങൾക്ക് ഒരിക്കലും പിരിയാൻ പറ്റത്തില്ല. അത് പറഞ്ഞില്ലേ, അത് ഞങ്ങളെ റിയാലിറ്റിയാണ് ഞങ്ങൾ പറഞ്ഞത്. ഓക്കെ, ഞങ്ങളെ മുന്നോട്ട് പോകാനുള്ളത്. ഇപ്പൊ അപ്പൊ ഞങ്ങളെ കല്യാണം സെപ്പറേറ്റഡ് ആണ്. അപ്പൊ അത് കണ്ടാലറിയാം ഞങ്ങള് വേറെ പിരിയേണ്ട അവസ്ഥ വന്നു. കുറെ കാര്യങ്ങൾ നമ്മളെ മെന്റലി ടോർച്ചർ ചെയ്ത് പല കാര്യം. ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരറിയാം, അമ്മമാരും ഇപ്പോഴത്തെ യൂത്തന്മാരോട് കൂടുതൽ ഫാമിലി മലപ്പുറത്ത് ഒരു മൊഞ്ചനെ കണ്ടു, ഒരു മൊഞ്ചത്തിനെയും കണ്ടു. ഇയാളെ മറ്റേ സിനിമ
ഒരു നായിക ചെയ്യും എന്തായാലും ചെയ്യും ഉറപ്പാ. ഒരു നായികയുടെ കൂടെ ഫോട്ടോ കിട്ടി കഴിച്ചു. ഞാൻ എന്ത് പറയണമെന്ന് വിചാരിച്ച ഗൈസ്, ഇതാണ് നമ്മളെ ടിക്ടോക്ക് മലയാളിയിലെ ആങ്കർ. ആങ്കർ ചെയ്യുമ്പോ ആരോടോ അടി കിട്ടിയിട്ട് കൈ ഇതാ. അത് സീക്രട്ടാ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എന്നിട്ട് എന്തൊരു കാരണമൊന്നും ഇല്ലാത്ത ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. എവിടുന്നാണ്ടേ ഈ ഒരു പേസ് കണ്ട നിങ്ങൾ ശ്രദ്ധിക്കണം, ആളെ വട്ടം കറക്കുന്ന ടീംസാ ഗൈസ്. ഇവര് നീലക്കുയിൽ മീഡിയെന്ന് വരുന്ന ആൾക്കാരാട്ടോ. എന്ത് നീലക്കുയിൽ നിന്നോ മോശം? ഉഡായിപ്പ് പാർട്ടിയാണല്ലേ? ഉഡായിപ്പ് പാർട്ടി. ഞങ്ങളെ നേരത്തെ അവാർഡ് എടാ കോഴിക്കോടല്ലേ പ്ലേസ് എവിടെ? ബി ബി എന്ന് വിളിക്കുന്നത്. ബി ഓക്കെ സെറ്റ്. അപ്പം വീട് കണ്ടിട്ടില്ല. അടിപൊളി എന്ന് പറഞ്ഞ പേരടി. വീടല്ല, വീട് എല്ലാവർക്കും അടിപൊളിയല്ലേ? താമസിക്കാൻ റോഡ് സൈഡ് കിടക്കുന്നവർക്ക് അത് അടിപൊളി അല്ലേ? അല്ലേ ഇതല്ല ഉദ്ദേശിച്ച വീട് കണ്ട്. ആ വീഡിയോ എന്താണ് കണ്ടന്റ്? എന്താ കണ്ടന്റ്? ആ ഓക്കെ അടുത്ത കാണാം. നെല്ലങ്കണ്ടി ഇവിടെ പാലം കഴിഞ്ഞു പോണോ? പാലം ആ ഞങ്ങളുടെ ഇനി ഇടക്കിടക്ക് വെറുപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് കൊളാബൊക്കെ ചെയ്ത് വീഡിയോ ചെയ്യാം. എവിടെ നമ്മൾ നാട്ടുകാരി കേട്ടോ. അങ്ങനെ യാത്രയായി ഇവര് യാത്രയാവും ഗൈസ്. എടാ നിങ്ങൾക്ക് എന്താ വെബ്സൈറ്റ് കിട്ടുന്ന പറഞ്ഞു വാങ്ങിച്ചു പോകും. വെബ്സൈറ്റാ? എന്തിനാ വെബ്സൈറ്റ്? ഭ്രാന്ത് പഠിക്കുന്നുണ്ട് എല്ലാവരും. ആര് പോയിക്കോട്ടെ. എന്നിട്ട് പോയി എങ്ങനെയുണ്ട് കോഴിക്കോട്? ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് എന്താണ് ഫീൽ ചെയ്തു പറയും? കോഴിക്കോട് അറിയുന്ന രണ്ട് ഞാൻ എന്താന്ന് പറയാന്ന് നോക്കിയായിരുന്നു. ആലുവ ആലപ്പുഴാടാ. അവര് എറണാകുളത്ത് വന്ന് കൂടിയ ആൾക്കാരാ. ഞാൻ പറയാം, കോഴിക്കോട് ജില്ലയിൽ ഇല്ലാത്ത സംഭവങ്ങളില്ല. എന്താ അല്ലാത്ത? എടാ എന്തുകൊണ്ടാ അറിയാം? ബിരിയാണി കഴിക്കാൻ അത്രത്തോളം സെന്ററുകൾ ഇവിടെ ഉണ്ട്. ബിരിയാണി സ്പോട്ട് എവിടെ പോയി? അത്ര തിരക്കാ. അപ്പൊ പറഞ്ഞൂടെ അവിടുത്തെ ബിരിയാണിന്റെ ഒരു പ്രത്യേകത. റഹ്മത്തിന് ബീഫ് ബിരിയാണിയാ പൊളി. പാരകാണോ ഞാനും ചൂസ് ചെയ്യാം. കാരണം ഏറ്റവും നല്ല കല്യാണ ബിരിയാണി കഴിക്കാൻ. അതാണ് ശരിക്കും. ഞങ്ങളെ കല്യാണത്തിന് വിളിക്കാൻ നേരം വന്നു. അല്ലെങ്കിലും വരാൻ പറ്റിയില്ല അല്ലേ? എന്തായാലും അടുത്തന്നെ നോക്കാം. ഇല്ല വെറുതെ നിന്റെ തന്നെ കിട്ടണം. നീ തന്നെ പറയണോ? ഓക്കെ. അവാർഡ് ഇല്ലാന്ന് ഗൈസ്. ഒരുപാട് അവാർഡ് ഫംഗ്ഷന് പോയിട്ട് ഇതാ വന്നിട്ട് അവാർഡ് വാങ്ങിക്കുന്ന ആൾക്കാരാ. ഇവർക്ക് അവാർഡ് ഇല്ലാന്ന് ഉണ്ടെന്ന് ഞങ്ങൾ പറയുന്നു. ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരുമോ? സ്റ്റേജ് ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്നാൽ ചേമ്പും കറി ഉണ്ടായി കഴിച്ചിട്ടുണ്ടോ? ചേമ്പ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ വെറൈറ്റി? ചേമ്പും കറി കഴിച്ചില്ല. പിന്നെന്താ ഈന്തിന്റെ കറി കഴിച്ചിട്ടുണ്ടോ? ഈന്ത് കറി ചിക്കൻ ബീഫ് വീട്ടിൽ വെച്ചത്തില്ല. കൊച്ചിക്കോയ കഴിച്ചിട്ടുണ്ടോ? ദാസേട്ടാ കൊച്ചിക്കോയ എന്താ? കൊച്ചിക്കോയ കേട്ടില്ല.
to the കൊച്ചിക്കോയ next award. ഈന്ത് അറിയോ Best ഈന്ത് infotainer. So best ഇതറിയില്ല infotainer കൊച്ചിക്കോയ in നമ്മളെ macro category, best infotainer. അല്ല As she won കൊച്ചിക്കോയ കഴിച്ച് Revati Babu, രസമാണ് marketing Malu. അത് ജ്യൂസാണ് മീൻസ് പഴവും അവിലും കൂട്ടി കുഴക്കുന്നത് So അത് നിങ്ങൾ വിചാരിക്കും പോലെ അല്ല ഈ സമയം നമ്മൾ കണ്ടു കഴിഞ്ഞു. തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് ആരാണെന്ന് അറിയാനുള്ള സമയമാണ്. വലിയ ക്രിയേറ്റർ അതൊന്നും അറിയത്തില്ല Marketing Malu. അത്രേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് ചേട്ടാ ഞങ്ങൾ പോട്ടെ ഹായ് പറയാം അപ്പോൾ മക്കൾ പൊളിച്ചു പോവാ, അടിച്ചു പൊളിക്കുക. നമുക്ക് വീണ്ടും കാണാം, കലക്കാം. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഫുഡ് കഴിച്ചാ ഓക്കെ, നമുക്ക് വേണം ഒരുമിച്ച് കഴിക്കാം. വേണോ? ഞങ്ങൾ ഒന്നാമത് മാല ഇട്ടതിനെ കൊണ്ട് വീട്ടിൽ നിന്ന് കഴിക്കുന്നത്. അപ്പോൾ ശരി, അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൂടാം. ഓക്കെ കാണണം. ഓക്കെ അപ്പോൾ ഗൈസ് കഴിഞ്ഞു. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഒരുപാട് ക്രിയേറ്റേഴ്സിനെ നിങ്ങൾ കണ്ടല്ലോ, ഞങ്ങളുടെ വീഡിയോസ് കണ്ടല്ലോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോട്ടെ. എല്ലാവരും ഹായ് പറ. ഹായ് ജിഞ്ചർ മീഡിയൻ്റെ ടീംസ് ആട്ടാ ഗൈസ്. നേരത്തെ ഞങ്ങളെ ബൈറ്റ് എടുത്തായിരുന്നു. അല്ല എൻ്റെ ഞങ്ങൾ വേറെ പ്രോഗ്രാം, ഞങ്ങൾ വേറെയും കൂടി ഉണ്ട്. തരാം ഗൈസ്. ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്കല്ല അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബാലുശ്ശേരി അയ്യപ്പൻ വിളക്കിന് പോകണം. അവിടെ നിന്ന് ജോയിൻ ചെയ്യണം. ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ കണ്ടു, വീണ്ടും കാണാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. എന്താ പറയുക, നമ്മൾ ഇങ്ങനെയൊക്കെ വരുന്ന മീറ്റപ്പിനും അവാർഡിനൊക്കെ വരുന്ന സമയത്താണ് എല്ലാവരും കാണാൻ പറ്റുക. എല്ലാവരും അതിനായിട്ട് വന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട്, ബാലുശ്ശേരി. ഞങ്ങൾ എങ്ങനെയൊക്കെ ടൈമിംഗ് ഒപ്പിച്ച് വന്നതാണ്. അപ്പോൾ വന്ന് നോക്കാം ഗൈസ് എന്താ സംഭവം. എല്ലാ പ്രാവശ്യവും കാണുന്ന തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ചീത്ത പറയരുത്, കാരണം ഗൈസ് വെറൈറ്റി പരിപാടി ആട്ടാ. മയിലാട്ടം പോലുള്ള സംഭവമാണ്. കുതിരയാട്ടമാണ് തോന്നുന്നു. കുതിരയാണ് ഗൈസ്. ഇപ്പം ഫുള്ള് കളർഫുൾ ആയിരിക്കുന്നു. ഫുള്ള് LED ഉള്ള കളിയാണ്. ഇനി ഒരു സൈഡ് എടുക്ക്. വണ്ടിന്റെ മുളക്കായി നമ്മൾ ഇതിനോട് തരാൻ പറയാറില്ല സാധന. ടീച്ചറല്ലേ ബാഗുള്ള ആണോ? ഇത് ഇതാണോ? നേരെ അങ്ങോട്ട് ആ ഷോപ്പിന് ഞാനെ വരുമ്പോൾ ചെയ്താൽ പോലെ. വീരൻ കായ്
ഇവിടെ നിന്നാണ് ഗാനമേള നടക്കുന്നത്. ഗ്രൗണ്ടിലേക്ക് ഗ്രൗണ്ട് ഗൈസ്, ഇതാണ് ബോയ്സ് ഗ്രൗണ്ട്, പഞ്ചായത്ത് ഗ്രൗണ്ട് ആണ്. ആദ്യ കയ്യിലോട് എൻട്രൻസ് ഉണ്ട്, ഇപ്പോൾ എൻട്രൻസ് ഇല്ല, ഇതിലൂടെ ആക്കി ഗൈസ്. സ്റ്റേജ് ഒരുങ്ങി, സ്റ്റേജിൻ്റെ സെറ്റ് ആകുന്നുണ്ട്. കഴിഞ്ഞതിനൊക്കെ ഞങ്ങൾ ഗംഭീര ഉഷാറായിരുന്നു കേട്ടോ. നമ്മളെ തന്നെ അറിയത്തില്ല ആര് തിരക്കുള്ള. നമുക്ക് സ്റ്റേജിൻ്റെ അടുത്തും പോവാം. സ്റ്റേജ് നമുക്ക് നോക്കാം. എൻട്രൻസ് കടത്തി വിടും, പോലീസുകാരുണ്ട്, അതുകൊണ്ട് കടത്തി വിടൂല. സ്റ്റേജൊക്കെ സെറ്റാണ് കേട്ടോ. പാല സൂപ്പർ ബീച്ച് ഇവരെന്നല്ലേ കഴിഞ്ഞതിന് വന്ന് വ്ലോഗിലുണ്ട് ഗൈസ്. ഞാൻ ഞങ്ങൾ കഴിഞ്ഞതിന് നന്മണ്ടേ നോക്കിയായിരുന്നു, നിന്നെ കണ്ടില്ല. അമ്മയോട് ഏട്ടനോട് ചോദിച്ചെന്ന് പറ. ഇവിടെ ഉണ്ടാവില്ലേ ഒരു വീഡിയോ സെറ്റൊക്കെ ഉണ്ട് നമുക്ക്? ഇവിടെ ഉണ്ടാവില്ലേ? ഇവരെവിടെ പറഞ്ഞേ? ഓട്ടെ ഓടട്ടെ. ഞങ്ങളിതാ ബാഗൊക്കെ തൂക്കി ഇതിലൂടെ നടന്നതാണ് കഴിച്ച്. വീണ്ടും ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നു. അവാർഡ് ഫംഗ്ഷൻ ഉണ്ട്, കഴിഞ്ഞ് പാടെ മുൻപോട്ട് പോയാൽ ശരിയാവും. ആൾക്കാർ ഓല് നമ്മളെ മാറ്റി നിർത്തിയത് നമ്മൾ ഓലെ മാറ്റി, അതായത് വല്ലാതൊരു ഓർക്കും മോശമാണ്. അതുകൊണ്ട് ഞങ്ങൾ മാലിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. ഗൈസ് ഒന്നാമത് മാല ഇട്ടിട്ട് മുണ്ട് കൊടുക്കാതെ തന്നെ എല്ലാവരും ചോദിക്കും. അപ്പോൾ ഞങ്ങൾ പ്രോഗ്രാമിനും കൂടി അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്കറിയാം ഞങ്ങൾ മാല ഇട്ടിട്ടുണ്ട്. പിന്നെ പൊതുവേ എല്ലാവരും മുണ്ടെടുത്ത് നടക്കണം. കറുപ്പ് ഡ്രസ്സ് മീൻസ് ഞങ്ങൾ കറുപ്പ് എടുത്തിട്ടുണ്ട്. മുണ്ട് കൊടുക്കണം ശരിക്കും. പക്ഷേ ഞങ്ങൾക്ക് ഇന്നൊരു പരിപാടി ഉണ്ടായത് കൊണ്ട്, അതായത് ഒരു ഫംഗ്ഷൻ ഉണ്ടായത് കൊണ്ട് മാത്രം ഞങ്ങൾ ഇതാക്കി. ഗൈസ് ഇവനെ തിരിച്ച് ഫോളോ ചെയ്തില്ലാന്നുള്ള പരാതി പറഞ്ഞു കഴിഞ്ഞിട്ട് കണ്ടുപോ നട്ടിലായിട്ട് ഞങ്ങൾ ഇവിടെ കളിച്ചതാ. ഇതിലൂടെയൊക്കെ എത്രയോ വായി നോക്കി നടന്ന ഈ റോഡിന് ഇങ്ങനെ ഗേൾസിനെ പഠിച്ച് പാറയിലുള്ളടാ. ഇതൊക്കെ എഡിറ്റ് ചെയ്തേട്ടോ. അടുത്ത ഗാനം ആലപിക്കാൻ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ആൻഡ് സോണി ടിവി സൂപ്പർ സ്റ്റാർ സിംഗർ ഫിലിം അമ്മ ബുദ്ധരാജിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം. ഡാൻസർ ആണല്ലോ. ഹലോ ഗായ്സ്, ഇതാണ് ഞങ്ങളെ എന്റെ പേര് മിന്നു. പിന്നെ അളിയൻ ഇപ്പോഴാണ് അളിയ, പണ്ടൊക്കെ എടാ ഇത് ഞങ്ങളെ കമ്പനിക്കാരൻ്റെ പെങ്ങള്, അതുപോലെ തന്നെ ഞങ്ങളെ പെങ്ങള്, ഞങ്ങളെ കമ്പനിക്കാരെ ഇത് ഞങ്ങളെ അളിയനും. വീഡിയോ ഞങ്ങളെ വീഡിയോ കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാ അല്ലേ? ഫാമിലി ആയിട്ട് വന്നതാ. എവിടെ ഇവിടെ അടുത്ത് കാട്ടാമളിയാ, ഞങ്ങൾ പഠിച്ച എവിടെയാ? ആണോ? ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് പറ. ബാലുശ്ശേരി എനിക്ക് ഏറ്റവും കൂടുതൽ ആരാധന തോന്നിയ ചേട്ടനാണ്. ഇയാളെ ഈ സൗന്ദര്യം കണ്ടിട്ട് ആക്കൊന്നല്ലോ. സീരിയസ്ലി ഞാനും എപ്പോഴും പറയാറുണ്ട്, ഞാൻ എൻ്റെ കടുത്ത ബിഗ് ഫാനാണ്. ഞാൻ എന്നും വിളിക്കായിരുന്നു. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം, സെറ്റാക്കി. ഞങ്ങൾ ഭയങ്കര കാര്യമുള്ള ആളാണ്. പിന്നെ വേറൊരാളുണ്ട്, ഭയങ്കര പാർട്ടി പ്രവർത്തകനാണ്. ഇവിടുത്തെ മേൻ അറിയാണ്ട് ഇവിടെ ഒന്നും നടക്കൂല എന്നാണ് ഓൻ്റെ വിചാരം. ഓൻ്റെ വിചാരം ഓൻ അറിയാണ്ട് ഇവിടെ ഒന്നും നടക്കൂല എന്നാണ്. പക്ഷെ എന്തൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ ശരിക്കുള്ള പണി കല്ല്. ഞങ്ങളെ എന്ത് ഞങ്ങളെ പണിയോ? ഞങ്ങളെ കല്ലിന്റെ പണി. ഞങ്ങൾ ബ്ലോഗ് ചെയ്താ കല്ലിന്റെ പണി. ഞങ്ങളെ ശരിക്കുള്ള പണി അതാണ് വേണ്ടേ. വീഡിയോസ് കണ്ടില്ലേ?
അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് ഞങ്ങൾ ബാലുശ്ശേരിയൊക്കെ പോയപ്പോൾ സ്കൂള് നൊസ്റ്റൊക്കെ അടിച്ചു. അതുപോലെ തന്നെ പിന്നെ മീറ്റപ്പിന് പോയപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റി, എല്ലാവരോടും ഭയങ്കര സംസാരിക്കും. പിന്നെ ഒരുപാട് എന്താ പറയുക എടുത്ത് പറയണ്ട, എല്ലാവരും നമ്മളെന്നും കാണുന്നതാണ്, എല്ലാ പ്രോഗ്രാംസിലും കാണുന്നതാണ്. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ വൈബ്. പ്രത്യേകിച്ച് കോഴിക്കോട് വലിയ ഞങ്ങൾ പറയാനൊന്നുമില്ല. പിന്നെ എല്ലാവരെയും കാണാൻ പറ്റി. അതിനായിട്ടാണ് ഞങ്ങൾ കൂടുതലും പോയത് തന്നെ. അവരെല്ലാം ഒരുപാട് സന്തോഷം, എല്ലാവരും സ്നേഹം. കാരണം ഞങ്ങൾ എന്ത് പ്രോഗ്രാംസിന് പോവാണ് എല്ലാവരും ഞങ്ങൾ ചിലവർ കാണുന്നവർ ഈ വരുന്ന വൈക്കൊക്കെ കാണുമ്പോൾ ഒന്നാമത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പം കൂടെ കൂടിക്കോ, കട്ടക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യണം. നിങ്ങൾ എവിടെയാണ് എന്താണെന്നൊക്കെ കമന്റ് ചെയ്യുക. ഞങ്ങൾക്ക് അറിയാനാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് എവിടെ നിന്നാണെന്ന് കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യാൻ മടിയാണ് കമന്റ് ചെയ്യുക. അപ്പൊ ലവ് യു ഗോയ്സ്, ഗുഡ് നൈറ്റ്. അപ്പൊ ഞങ്ങൾക്ക് കിടന്നുറങ്ങട്ടെ ഗൈസ്, ടാറ്റാ.